So the me resides in this as me, is residing in all of that as me, so that me through this me talking to me. നമസ്കാരം. ലോകം മുഴുവൻ ഇപ്പോൾ അയോധ്യയിലേക്ക് നോക്കിയിരിക്കുന്നു. ലോക മാധ്യമങ്ങൾ മുഴുവൻ അയോധ്യയ്ക്ക് വേണ്ടി മുഖപത്രങ്ങൾ എഴുതുന്നു. എല്ലാ പ്രധാന മാധ്യമങ്ങളുടെയും മുഖപത്രത്തിലെ കുറിപ്പുകൾ അയോധ്യയെക്കുറിച്ചുള്ളതാവുന്നു. വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള നിരവധി നേതാക്കൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തുന്നു. പലരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തുന്നത് ജീവിതത്തിലെ വലിയ ഒരു പുണ്യം തന്നെയായി കണക്കിലെടുക്കുന്നു. അത്തരത്തിൽ പലരും തങ്ങളുടെ FB പേജിൽ വന്ന് കുറിക്കുന്നു. പലരും തങ്ങളുടെ സ്റ്റാറ്റസ് തന്നെ അയോധ്യ വിഷയമാക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പോൾ അയോധ്യ നിറഞ്ഞിരിക്കുന്നു. അയോധ്യയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി കമന്റുകളാണ് അയോധ്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശീയരായ പല ആളുകളും ഇപ്പോൾ അയോധ്യയിൽ തമ്പടിച്ചിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ പൗരന്മാരും ഇപ്പോൾ വിദേശങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ ഇതിലെല്ലാം ഏറെ കൗതുകകരമായി മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് താൻ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രത്തലവൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അദ്ദേഹം ഒരു FB കുറിപ്പിലൂടെയാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തന്റെ സാന്നിധ്യമില്ലാതെ അത് പൂർണ്ണമാകുകയില്ല. അതുകൊണ്ട് താൻ കൂടി അയോധ്യയിലെ ചടങ്ങിന് എത്തുന്നു. തനിക്ക് കൃത്യമായ രീതിയിൽ ഇതിന്റെ ക്ഷണം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ രാഷ്ട്രത്തലവൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആരാണ് ഈ രാഷ്ട്രത്തലവൻ എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ സംശയമുണ്ടാവും. ഈ സംശയത്തിന് നിവാരണം കുറിച്ചുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നു. താനാണ് ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ ഉദ്ധാരകൻ, താനാണ് ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ സംരക്ഷകൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആൾ ദൈവം നിത്യാനന്ദയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന്റെ FB പേജിലും ഇപ്പോൾ ഈ കുറിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുമതത്തിന്റെ ഉദ്ധാരകനാണ് താൻ, യഥാർത്ഥ സംരക്ഷകനാണ് താൻ എന്ന് അവകാശപ്പെടുന്ന ആൾ ദൈവം നിത്യാനന്ദയാണ് ഇത്തരത്തിൽ ഒരു കുറിപ്പിറക്കിയിരിക്കുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി തനിക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നു. താൻ കൂടി വന്നാലേ, താൻ കൂടി അത്തരം ഒരു ചടങ്ങിന്റെ കാർമ്മികത്വം വഹിച്ചാലേ തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ അത് പൂർണ്ണതയിലെത്തൂ എന്ന് തന്നെയാണ് ഇപ്പോൾ നിത്യാനന്ദയുടെ കുറിപ്പിൽ അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. സ്വന്തമായി കൈലാസ എന്ന് പറഞ്ഞൊരു രാജ്യം അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു. കൈലാസ എന്ന സ്വന്തം രാജ്യത്തിന് അദ്ദേഹം സ്വന്തം പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, സ്വന്തം കറൻസി ഉണ്ടായിരിക്കുന്നു. അതായത് കൈലാസ എന്ന് പറഞ്ഞൊരു സ്വന്തം രാജ്യം അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു. അതിന് സ്വന്തം കറൻസി ഉണ്ടായിരിക്കുന്നു, സ്വന്തം പാസ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ഈ രാജ്യം എവിടെയാണ് എന്നുള്ളത് മാത്രം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ ഈ രാഷ്ട്രത്തലവൻ ഏതെങ്കിലും കാരണവശാൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെത്തുകയാണെങ്കിൽ ഈ രാഷ്ട്രത്തലവനെ പൊക്കുവാൻ വേണ്ടി തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പോലീസുകാർ ഇപ്പോൾ അയോധ്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. 2010 ഒരു ബലാത്സംഗ കേസ് ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഇദ്ദേഹം പല കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതുകൊണ്ട് ഇദ്ദേഹം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തുകയാണെങ്കിൽ ഇദ്ദേഹത്തെ തൽക്ഷണം പൊക്കുവാൻ വേണ്ടി അയോധ്യയിലേക്ക് തമിഴ്നാട് പോലീസും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസും എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് കൈലാസം എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിച്ച ആ രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾ ദൈവം നിത്യാനന്ദ അയോധ്യയിലേക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി എത്തും എന്ന് പറയുന്നു. ഈ രാഷ്ട്രത്തലവൻ, കൈലാസം എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിത്യാനന്ദ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് എത്തുകയാണെങ്കിൽ തങ്ങൾ ഇയാളെ പൊക്കും എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് സംസ്ഥാന പോലീസ് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാന പോലീസ് മേലുദ്യോഗസ്ഥന്മാർ അയോധ്യയിൽ എത്തിയിരിക്കുന്നു.
ബലാത്സംഗ കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള നിത്യാനന്ദയെ പൊക്കുവാൻ വേണ്ടി അതാത് സംസ്ഥാനങ്ങളിലെ മേലുദ്യോഗസ്ഥന്മാർ പോലീസിന്റെ മേലുദ്യോഗസ്ഥന്മാർ അയോധ്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ഇന്ത്യയെ ഉദ്ധരിക്കുവാൻ ഹൈന്ദവ മതത്തിന്റെ യഥാർത്ഥ സംരക്ഷകനായ ആൾദൈവം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കൈലാസം എന്ന രാജ്യത്തിന്റെ തന്റെ സ്വന്തം രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾദൈവമായ നിത്യാനന്ദയാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കൈലാസം എന്ന് പറയുന്ന രാജ്യം ഇദ്ദേഹം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന് സ്വന്തം കറൻസി ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നു, സ്വന്തം പാസ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്തരം വാർത്തകളുടെ വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടറിഞ്ഞതാണ്. അത് നിത്യാനന്ദ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ആണ്. ഈ നിത്യാനന്ദയാണ് ഇപ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി എത്തുന്നു എന്നുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിത്യാനന്ദയുടെ ഈ അറിയിപ്പിനെ തുടർന്ന് നിത്യാനന്ദയുടേതായി വൈറലായിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ FB പേജിലെ പോസ്റ്റിനെ തുടർന്ന് ഇപ്പോൾ പോലീസുകാർ അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ തമിഴ്നാട് പോലീസും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള പോലീസുകാരും ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നിത്യാനന്ദ എന്ന് പറയുന്ന ആൾദൈവം എത്തുകയാണെങ്കിൽ അത് ആ ചടങ്ങിനെ തന്നെ ഒരുപക്ഷെ അലങ്കോലമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പലരും ആശങ്കപ്പെടുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയിലെ ശ്രീരാമ ഭക്തരായ എല്ലാ ആളുകളുടെയും ജീവിതാഭിലാഷമായിരുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുമ്പോൾ, ശ്രീരാമ ഭക്തന്മാരുടെ സ്വപ്നം സാർത്ഥകമാകുമ്പോൾ ആ ചടങ്ങിന് ഒരു പുഴുക്കുത്തായി അല്ലെങ്കിൽ ആ ചടങ്ങിന്റെ നിറപ്പകിട്ടിന് വർണ്ണപ്പകിട്ടിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിത്യാനന്ദയുടെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. താൻ സ്വന്തമായി രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു, കൈലാസം എന്ന രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു, ആ രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിത്യാനന്ദ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തുകയാണെങ്കിൽ അത് ആ ചടങ്ങുകളെ അലങ്കോലമാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ശ്രീരാമ വിശ്വാസികളായ ഭക്തർ ഭയപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും. എന്തു തന്നെയായാലും 2010 ബലാത്സംഗ കേസിൽ ഉൾപ്പെടെ ധാരാളം കേസുകൾ നിലവിലുള്ള നിത്യാനന്ദ അയോധ്യയിൽ എത്തുകയാണെങ്കിൽ ആ നിമിഷം പൊക്കുവാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസുകാർ അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏതായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു അപശകുനം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ചടങ്ങിനെ തന്നെ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ തന്നെ അലങ്കോലപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി സംസ്ഥാന ഇതര പോലീസുകാർ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. പല സംസ്ഥാനങ്ങളുടെയും പോലീസ് മേധാവികൾ നിത്യാനന്ദയെ പൊക്കുവാൻ അയോധ്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നു. എന്തായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നിരവധി VVIPകൾ അയോധ്യയിൽ എത്തിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ധാരാളം പൗരപ്രമുഖരും നേതാക്കന്മാരും അയോധ്യയിൽ എത്തിയിരിക്കുന്നു. ഈ കൂട്ടത്തിലേക്ക് നിത്യാനന്ദ കൂടി എത്തുകയാണെങ്കിൽ, കൈലാസ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിത്യാനന്ദ കൂടി എത്തുകയാണെങ്കിൽ അത് അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് മങ്ങലേൽപ്പിക്കും എന്ന് തിരിച്ചറിഞ്ഞ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിത്യാനന്ദയെ കസ്റ്റഡിയിലേക്ക് എടുക്കുവാൻ വേണ്ടി അയോധ്യയിൽ എത്തിയിരിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കണ്ടറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരം മുഹൂർത്തങ്ങൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്.